ഇനി നോക്കാൻ പോകുന്നത് ഹെമറ്റോളജിക്കൽ സിസ്റ്റം ആണ്. അതുപോലെ അതിൽ കാണുന്ന ചില ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സിക്കിൾ സെൽ അനീമിയ. അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ എ മാറിയിട്ട് അബ്നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ എസ് ആയി മാറുന്നു. ഹീമോഗ്ലോബിൻ എസ് എന്നത് അബ്നോർമൽ ആയിട്ടുള്ള സിക്കിൾ ഹീമോഗ്ലോബിൻ ആണ്. സിക്കിൾ എന്നാൽ അരിവാളിൻ്റെ ഷേപ്പായിട്ടാണ് നമ്മുടെ RBC മാറുന്നത്. അതിനെയാണ് നമ്മൾ സിക്കിൾ എന്ന് പറയുന്നത്. ഇത് ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. അത് ഫാമിലിയിൽ നിന്ന് പാരൻസിൽ നിന്ന് പകരുന്ന ഒരു ഡിസോർഡർ ആണ്. ഈ ഹീമോഗ്ലോബിൻ എസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടു ദ ഓക്സിജൻ ചേഞ്ച് ഇൻ ദ ബ്ലഡ്. അപ്പോൾ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ അത് സിക്കിൾ സെല്ലിലേക്ക് മാറുന്നു. അതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒബ്സ്ട്രക്ഷൻ ആകുന്നു. അപ്പോൾ അത് പാസേജിനെ എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇനി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഹെറിറ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എക്ട്രോസൈറ്റീസ് ആയിട്ടുള്ള പാരൻസ് ചൈൽഡിലോട്ട് ഈ ഡിസീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ അമേരിക്ക എത്തൻസിറ്റി ഉള്ളവരിലും ഈ ഡിസീസ് കൂടുതലായി കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫീവർ, ഡീഹൈഡ്രേഷൻ, ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്, ഇതൊക്കെയാണ് പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ട് കാണുന്നത്. ഇനി സിക്കിൾ സെൽ അനീമിയയുടെ മാനിഫെസ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് കാണുന്നത്. അതിൽ ബ്രെയിനിലുള്ളത് ഡെഡ് വരെ സംഭവിക്കാം. ഐക്യാണെങ്കിൽ റെറ്റിനോപ്പതി, ഹെറിറ്റേജ്, ബ്ലൈൻഡ്നെസ്, പിന്നെ അതുപോലെ തന്നെ ഷോൾഡറിലേക്ക് വരുമ്പോൾ അത് വാസ്കുലർ നെക്രോസിസ് ഉണ്ടാകും. പിന്നെ ലിവറിലേക്ക് എൻലാർജ്മെന്റ് ഉണ്ടാകും. പിന്നെ ഗാൽസ്റ്റോൺ, സ്പ്ലീനോമെഗലി, പിന്നെ സ്പ്ലെനിക് മിക്രോൺറ്റേഷൻ, പിന്നെ ഓട്ടോ സ്പ്ലെനക്ടോണമി, പിന്നെ ഹിപ്പോസ്റ്റെന്യൂറിയ, ഹൈപ്പർവസ്കുലാർ നെക്രോസിസ്, പിന്നെ അബ്നോർമൽ പെയിൻ, ക്രോണിക് ഷേഴ്സ്, പിന്നെ ഫിനോമിന, പൾമണറി ഹൈപ്പർ ടെൻഷൻ, ഹേർട്ട് ഫെയിലിയർ, ഇതൊക്കെയാണ് സിക്കിൾ സെൽ അനീമിയയിൽ കാണുന്ന മാനിഫെസ്റ്റേഷൻസ്. ഇനി നമുക്ക് സിക്കിൾ സെൽ ക്രൈസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനെയാണ് നമ്മൾ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിക്കിൾ സെൽ ക്രൈസിസ് എന്നാൽ അക്യൂട്ട് ആയിട്ടുള്ള എക്സർവേഷൻ ഓഫ് ദ ഡിസീസ്. അപ്പോൾ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാസോ ഒക്കൽസീവ് ക്രൈസിസ്, ബ്ലഡ് സെൽസ് ക്ലൈം ചെയ്ത് മൈക്രോ സർക്കുലേഷനിൽ ഒബ്സ്ട്രക്ഷൻ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ക്രൈസിസ് ആണിത്. ഇതിൽ ഫീവർ ഉണ്ട്, പെയിൻഫുൾ സ്വെല്ലിംഗ് ഓഫ് ഹാൻഡ്സ് ആൻഡ് അബ്നോമിനൽ പെയിൻ എന്നിവയാണ് വരുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ സ്പ്ലെനിക് സിക്ലുവേഷൻ ആണ്. അതായത് പൂളിംഗ് ആൻഡ് ക്ലംപിംഗ് ഓഫ് ബ്ലഡ് സെൽസ് ഇൻ സ്പ്ലീൻ. അതിൻ്റെ മാനുഫാക്ചറേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുള്ള അനീമിയ ഉണ്ടാകും. അടുത്തതാണ് ഹൈപ്പർ ക്രിമോലറ്റിക്സ് ക്രൈസിസ്. ഇതുണ്ടാകുന്നത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് ഹൈപ്പർ ക്രിമോട്ടിക്സ് ക്രൈസിസ്. അതിൻ്റെ മാനുഫാക്ചറേഷൻസ് നോക്കുകയാണെങ്കിൽ അനീമിയ, ജോണ്ടിയ, റെക്ടുക്ലോസൈറ്റ്സ് എന്നിവയാണ് വരുന്നത്. നെക്സ്റ്റ് ക്രൈസിസ് ആണ് അപ്ലാസ്റ്റിക് ക്രൈസിസ്. അതിൻ്റെ കാരണം RBCയുടെ ഇൻക്രീസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്നു. ഇതിനെ പെർസിപ്പേറ്റഡ് ചെയ്യാനായിട്ട് ചില വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ ഫോളിക് ആസിഡിൻ്റെ ഡിപ്ലെൻഷൻ കാരണം ആകുന്നുണ്ട്. അപ്പോൾ ഇത് 4 സിക്കിൾ സെൽ ക്രൈസിസിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ സിക്ലൻ റെസ്പോൺസിനെ നമുക്ക് ഒരു പരിധി വരെ റിവേഴ്സിബിൾ ആക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബോഡിയിലൂടെ ഹൈഡ്രേഷൻ നോർമൽ ലെവൽ ആകുകയും ഓക്സിജൻ സപ്ലൈ നോർമൽ ലെവൽ ആകുകയും ചെയ്യാൻ നമ്മുടെ സെൽസിന് പഴയ രീതിയിലാകുന്നു. ഒരുപാട് സിക്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെല്ല് പെർമനന്റ് സിക്കിൾഡ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ കെയറിന് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് വേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രിവെൻഷനിലും ട്രീറ്റ്മെന്റിലുമാണ്. ഇനി ഇതിൻ്റെ ഇന്റർവെൻഷൻസ് നമുക്ക് നോക്കാം.
ഹൈഡ്രേഷനും ഓക്സിജൻ സപ്ലൈയും ബോഡിക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ അനൽജേസക്സ് ത്രൂ ഔട്ട് ദ ഡേ നൽകുന്നു, അതായത് മെഡിക്കേഷൻസ് കറക്റ്റായി നൽകുക. അതുപോലെ തന്നെ ചൈൽഡിനെ കംഫർട്ടബിൾ പൊസിഷനിൽ കിടത്തുക, അതായത് വെന്യൂസ് റിട്ടേൺ നോർമലിലേക്ക് ആകാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ജോയിൻസിൽ അധികം സ്ട്രെയിൻ നൽകാതിരിക്കുക, ആക്ടിവിറ്റീസ് കുറച്ച് എന്താണ് ബെഡ് റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഡയറ്ററി മാനേജ്മെൻറ്റിൽ ഹൈ പ്രോട്ടീൻ പിന്നെ ഹൈ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണം കുട്ടിക്ക് നൽകുക. ഇത്രയുമാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.